ഹോൾസെയിലായിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം, അതാണ് ഇത്. ഈ 4 കാര്യങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ചെയ്യുക. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡറുകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു സ്മോൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുക, എവിടെ നിന്നാണ് എങ്ങനെ കിട്ടും, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, നമുക്ക് എങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാം, അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുമ്പോൾ എത്ര രൂപ കൂട്ടിയിട്ടാണ് സെയിൽ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഒപ്പീനിയൻ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു റൂം റെൻറ്റിന് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫുകളെ വെച്ചിട്ട് ആ ഒരു ലെവലിലല്ല, നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു തുകയൊക്കെ ലാഭം കിട്ടുന്ന രീതിയിലുള്ള സ്മോൾ ബിസിനസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്മോൾ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കടമൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ലൈസൻസ് കാര്യങ്ങൾ, പഞ്ചായത്തിലേക്ക് വില്ലേജിലേക്കൊക്കെ അങ്ങനെയൊക്കെ കുറേ ഓടേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പറയാൻ പോണത് കേട്ടോ. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ക്ലോത്ത് സ്റ്റോറ്. ഇപ്പോൾ ഈ അടുത്താണ് ജ്വല്ലറിയുടെ ബിസിനസ് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തത്. കാരണം സാഗരേട്ടന് ജ്വല്ലറിയുടെ ആ ഒരു ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള കാരണം, അറിവുള്ള കാരണം സാഗരേട്ടൻ പറഞ്ഞ് ജ്വല്ലറിയുടെ കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ അടുത്ത് ജ്വല്ലറിയുടെ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ DMകൾ, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കമൻസ്, അതേപോലെ യൂട്യൂബിലും കമൻസ് വന്നു തുടങ്ങിയത്. ചേച്ചി എങ്ങനെയാണ് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ എടുക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എവിടെ തുറന്നു നോക്കിയാലും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഏജിലുള്ള ഈ കാറ്റഗറിയിലുള്ള ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ഇൻഫ്ലുവൻസ്ഡ് ആവും. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് നമുക്ക് കാലത്ത് ഒരു 8 മണി തൊട്ട് 7 മണി വരെ വേറെ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട. അതേപോലെ ഫുൾ ഫ്രീഡാണ്, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പുറത്തു നിന്ന് കാണുമ്പോൾ കുറേ പേര് ചിന്തിക്കണത്. നമ്മൾ കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് ഓരോരുത്തർ ബിസിനസ് ചെയ്യണത് അവരവരുടെ കസ്റ്റമേഴ്സിന് കൊറിയർ പാക്ക് ചെയ്യുന്നു, അവരുടെ മോഡൽസൊക്കെ ഷെയർ ചെയ്യണു, പിന്നെ അവർ പൈസ ഉണ്ടാക്കണു, അവരുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ചില കാര്യങ്ങൾ കാണാറില്ല. അപ്പോൾ ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറയണ പോലെ ചില വശങ്ങൾ നമ്മളിതിൽ കാണാറില്ല. അതുകൊണ്ടാണ് ചിലർ എടുത്ത് ചാടിയിട്ടൊരു ബിസിനസ്, എൻ്റെ അറിവിൽ എൻ്റെ പേഴ്സണലിലേക്ക് അറിയണ കുറേ പേരുണ്ട്, എടുത്ത് ചാടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർ. അതിൽ കുറച്ച് പൈസ ഓൾറെഡി ഫാമിലിയിൽ പൈസ ഉള്ളവരുണ്ട്, പൈസ ഇല്ലാത്തവരുണ്ട്. ഇപ്പം നമ്മളുടെ പോലെ ഇപ്പോൾ സാധാരണക്കാരൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ബിസിനസ്സിൽ ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുക ഒന്നല്ലെങ്കിൽ ഗോൾഡ് പണയം വയ്ക്കുക, അല്ലെങ്കിൽ കട എവിടുന്നെങ്കിലും എടുക്കുക, എന്തെങ്കിലും പൈസ റോൾ ചെയ്തിട്ട് ചെയ്യും. പിന്നെ ഓൾറെഡി പൈസ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസിയാണ്, മെറ്റീരിയൽസ് എടുക്കുക, നമുക്ക് സെയിൽ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യണവരുണ്ട്. പക്ഷെ അവർക്ക് പിന്നീട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അവിടെയാണ് ചിലർക്ക് പ്രശ്നം വരുന്നത്. നമുക്ക് 24/7 നമ്മളൊരു സ്മോൾ ബിസിനസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചിലവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പേരുണ്ടെങ്കിൽ 50 പേരുടെ ക്യാരക്ടർ 50 തരമായിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് ചാറ്റ് ചെയ്യാനും അവർ ഫോം വിളിക്കുമ്പോൾ എടുക്കാനും അതിനൊക്കെ നമ്മൾ 24/7 ഓക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ചിലർക്ക് അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർ അത് കുറച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. നമ്മളുടെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചിലപ്പോൾ പണയം വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും റോൾ ചെയ്തിട്ട് പൈസ ഇതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ട് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ മാസം ഓർഡർ വരാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ 2ാമത്തെ മാസം വിചാരിച്ച പോലെ ഓർഡർ വരാണ്ടാവുമ്പോൾ ഫാമിലിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഓരോന്ന് കേട്ടു തുടങ്ങും. എന്തുകൊണ്ടാണ് പൈസ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ആയത് മറ്റു കുറ്റപ്പെടുത്തൽ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് നിർത്തും. അങ്ങനെ എടുത്ത് ചാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു വശം മാത്രമാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ കാണുന്നുള്ളൂ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ. വേറൊരു വശം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഒരു സ്മോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ഇതിൻ്റെ ഫോട്ടോഗ്രാഫർ, മാർക്കറ്റിങ്, വീഡിയോഗ്രാഫർ,
ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾ, അതേപോലെ തന്നെ പാക്കിങ്, പർച്ചേസിങ്ങിന് പോകുന്ന ആൾ, ഇതെല്ലാം നിങ്ങൾ ഒരാളായിരിക്കും. അതാണ് ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ പ്രത്യേകത. വലിയൊരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സ്റ്റാഫ് ഉണ്ടാവും. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേറൊരു സ്റ്റാഫ്, എഡിറ്റിങ്ങിന് വേറൊരു സ്റ്റാഫ്, ഫോട്ടോഗ്രാഫിക്ക് വേറൊരു സ്റ്റാഫ്, അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു സ്മോൾ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ, ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഓക്കെ ആണെന്ന് നോക്കുക. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 24/7 ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വെബ്സൈറ്റ് വഴിയാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണത്. എന്നാലും ചില കസ്റ്റമേഴ്സിന് ചില ഡൗട്ടും, ആദ്യമായിട്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചില ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 10 കസ്റ്റമേഴ്സ് 10 തരത്തിലായിരിക്കും അവരുടെ സംസാരം. ചിലർ വെറുതെ ചൂടാവുന്നവരുണ്ട്, ചിലർക്ക് കുഴപ്പമില്ല ഡ്രസ്സ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ സാഗരേട്ടനാണ് ഇപ്പോൾ വാട്സപ്പൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണെങ്കിലും, ചിലപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും, എവിടെയാണെങ്കിലും, പാതിരാത്രി ആണെങ്കിലും കാലത്താണെങ്കിലും, എപ്പോഴും കസ്റ്റമേഴ്സ് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും റിപ്ലൈ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളാണ് ഫുൾ ടൈം റിപ്ലൈ കൊടുക്കലും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം അതിനും ഓക്കെ ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേറൊരാൾ ചെയ്ത് കണ്ടിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഗെയിം സ്പിരിറ്റ്, ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് വേണം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളൊരു പൈസ ഇറക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ വരണമെന്നില്ല, ചിലപ്പോൾ സെക്കൻഡ് മന്ത് ഓർഡർ വരണമെന്നില്ല, ചിലപ്പോൾ ഒരു 6 മന്തായിട്ടും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു എക്സ്പെക്ട് ചെയ്ത പൈസ ഇറക്കി അത്രയും ഓർഡർ വരണമെന്നില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ബിസിനസ് അതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് 6 മാസം കൊണ്ടോ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ലാഭമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനോട് ആത്മാർത്ഥമായിട്ടൊരു താല്പര്യം, ഒരു പാഷൻ, ഒരു ചാലഞ്ച്, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിർത്തും. നിങ്ങൾ തന്നെ സ്വന്തമായി കാരണങ്ങൾ കണ്ടെത്തും. എന്താ പറയുക, എൻ്റെ പ്രൊഡക്റ്റ് നല്ലതല്ല, എൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റണം, എനിക്ക് വീട്ടിൽ വേറെ പണികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, എൻ്റെ വീട്ടിലത്തെ കാര്യം നോക്കണം, അല്ലെങ്കിൽ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ എന്നെ ഇത് മെല്ലെ നിർത്താനായിട്ട് തുടങ്ങും. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് തന്നെ ഓർഡർ വരണമെന്നില്ല, അല്ലെങ്കിൽ ഈ മാസം തന്നെ ഓർഡർ വരണമെന്നില്ല, അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഓർഡർ വരണമെന്നില്ല. ഇതിന് കുറച്ചധികം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനും 24/7 പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാനും ഓക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞ് ഒരുപാട് ലാഗ് അടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്ന് തോന്നി. ചിലരെടുത്ത് ചാടി ഇതിന് പുറപ്പെടുന്നവരുണ്ട്, പിന്നീട് പൈസ പോയി എന്ന് പറയണവരുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവം ഉണ്ട്. കാരണം അവർ വാങ്ങിയ പ്രൊഡക്ട്സൊക്കെ ഒന്ന് മേടിക്കോ വിജയെ, അത്രയും ചീപ്പ് റേറ്റിന് തരാം, ഒന്ന് മേടിക്കോ വിജയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതായത് എടുത്ത് ചാടി അവർ ഫാമിലിയിൽ അവർ ഓൾറെഡി പൈസ ഉള്ളവരാണ്, അവരുടെ അച്ഛനമ്മയും പൈസ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് പൈസ കൊടുത്ത ആ കുട്ടികൾ അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വിചാരിച്ച പോലെ സെയിലുണ്ടായില്ല. വിചാരിച്ച പോലെ സെയിലില്ലാണ്ടായപ്പോൾ അവർ പറഞ്ഞു, വാങ്ങിയത് ഇപ്പോൾ 50 രൂപയ്ക്കാണെങ്കിൽ 30 രൂപയ്ക്ക് തരാം എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവർ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിൻ്റെ ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന കണ്ടിട്ട് ഇൻസ്പയർഡ്, എൻ്റെ സെയിം ഏജിലുള്ള കുട്ടികളാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർ കുറച്ചൊരു ഗ്യാങ്ങായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ച പോലെ സെയിലില്ലാണ്ടായപ്പോൾ ഫാമിലിയിൽ നിന്ന് ഒരു പ്രഷർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, ഇതിനേക്കാളും കുറച്ച് തരാം, ഇത് വാങ്ങുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ളത് 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ, അങ്ങനെയൊക്കെ കുറച്ച് മീറ്ററുകളായിട്ടുള്ള തുണികളാണ്. പക്ഷെ നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു 50 മീറ്റർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമുക്ക് പിന്നെയും അവരൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ഒന്ന് പറയാനായിട്ട് കാരണം കേട്ടോ. ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ എന്താണ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഡ്രസ്സായിരിക്കും, മെറ്റീരിയൽസ് ആയിരിക്കും, ജ്വല്ലറീസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ആയിരിക്കും. അങ്ങനെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ജ്വല്ലറീസ് ആയിരിക്കും,
ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു പേര് സെലക്ട് ചെയ്യുക. പേര് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു യൂണീക്കായിട്ടുള്ള പേര് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. മേ ബി നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും വലിയൊരു ബ്രാൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേര് സിമിലർ ആയിട്ടുള്ള ഒരു പേരാവരുത്. കാരണം ഭാവിയിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് വലിയൊരു സ്ഥാപനമായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് കുറേ ലൈസൻസ്, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ലൈസൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള പേര് വരാതിരിക്കാനായിട്ട് നോക്കുക. യുണീക്കായിട്ടുള്ളൊരു പേര് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യം പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. രണ്ടാമത്തത് നിങ്ങളുടെ ബ്രാൻഡിന് നല്ലൊരു പേര് കണ്ടെത്താനായിട്ട് നോക്കുക. മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതാണ് ഇത് കുറേ പേര് ചോദിക്കുന്നതാണ്, എവിടെ നിന്നാണ് നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടുക എന്നുള്ളത്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിചയത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കസിൻ സിസ്റ്ററോ കസിൻ ബ്രദറോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും ആയിരിക്കും. നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ചോദിക്കരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരു എളുപ്പപ്പണി പോലെയാണ് എനിക്കത് തോന്നുന്നത്. ഡയറക്റ്റായിട്ട് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ചോദിക്കുക, നീ എവിടെ നിന്നാണ് ഈ ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യണത്, എനിക്ക് പറഞ്ഞു തരൂ. അങ്ങനെ എളുപ്പപ്പണിയിലൂടെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടി എന്ത് വർക്ക് ചെയ്യാനായിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഒരു എളുപ്പപ്പണി ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ എളുപ്പപ്പണി ചെയ്യണവർ ബിസിനസ് ഒരു അധികം നാൾ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇറങ്ങിത്തിരിക്കണം. ഒറ്റയടിക്ക് ഒരാളുടെ അടുത്ത്, ഇപ്പോൾ നിങ്ങൾ ജ്വല്ലറിയുടെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ കസിനോ ആരെങ്കിലും ജ്വല്ലറിയുടെ ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് ജ്വല്ലറി പർച്ചേസ് ചെയ്യണത്, എന്താണ് കാര്യങ്ങൾ, എത്ര രൂപയ്ക്കാണ് വിൽക്കുക, എത്ര രൂപ കൂട്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ചോദിക്കാതെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ, നിങ്ങളിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഡയറക്റ്റ് ഗൂഗിളിൽ പോവുക. എറണാകുളത്ത് ജ്വല്ലറീസ് ഹോൾസെയിലായിട്ട് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഷോപ്പുകൾ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്റ്റായിട്ട് ഒരു ആളുടെ അടുത്ത് പോയിട്ട് എളുപ്പപ്പണിക്ക് പോയിട്ട് ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണതെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾക്കിത് ഫ്യൂച്ചറിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഒരാളോട് എളുപ്പപ്പണിക്ക് ചോദിച്ച് അവർ പറഞ്ഞു തന്നു, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ കാര്യമില്ല. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇതിൽ പഠിക്കാനും കുറേ എക്സ്പീരിയൻസുകളും പുതിയ കുറേ ചാലഞ്ചസ് ഏറ്റെടുക്കാനും അങ്ങനെ കുറേ ഇതുകളുണ്ടാവും. അത് നല്ലൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുക. ചിലപ്പോൾ ഒരു കടയിൽ, ഞങ്ങളൊക്കെ എത്ര കടയിൽ തിരിഞ്ഞിറങ്ങി നടന്നിട്ടുണ്ടെന്ന് അറിയാം. ചില സമയത്ത് ഹോൾസെയിലേഴ്സ് ആകുമ്പോൾ നമ്മൾ പെന്നി സാഗരേട്ടനൊക്കെ ചെറുപ്പം പോലെ കാണുമ്പോൾ നമ്മൾ കയറി ചെന്നവർ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് വിഷമിച്ചിട്ട് ഇറങ്ങി പോന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ചിലവർ മൈൻഡ് ചെയ്യില്ല. ചിലവർ സ്ഥിരമായിട്ട് വലിയ വലിയ കടകൾക്ക് മാത്രം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അവർക്ക് കുറച്ച് ഇത്. അപ്പം നമ്മൾ ചെറിയ ആൾക്കാരനൊക്കെ കാണുമ്പം അവർ വെറുതെ നോക്കാൻ വന്നിട്ട് പോകണതാവും എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങുക. ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ ഇതിന് വേണ്ടി കടകൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എറണാകുളമോ കൊച്ചിയോ തിരുവനന്തപുരമോ കൊല്ലം എവിടെയോ താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജില്ലയിൽ ഹോൾസെയിലായിട്ട് എവിടെ നിന്നാണ് ജ്വല്ലറീസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത്, അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഷോപ്പുകളൊക്കെ കാണാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, ലൊക്കേഷനിൽ പോയിട്ട് അന്വേഷിക്കാം. പിന്നത്തെ ഒരു ഓപ്ഷനാണ് ഇന്ത്യൻ മാർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർട്ട് ആപ്ലിക്കേഷൻ കുറേ പേർക്ക് അറിയാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് നമ്പറൊക്കെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്, പ്രൊഡക്റ്റ് മെറ്റീരിയലാണ് വേണ്ടത് വെച്ചാൽ മെറ്റീരിയൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സെല്ലേഴ്സിനെ കാണും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റും. ഓരോ പീസിന് ഇത്ര റേറ്റിനാണ് അവർ കൊടുക്കുന്നത്, ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കും. അവരായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഒരുപാട് പേരെ കാണുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അക്കൗണ്ട് വഴി ഇട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങളൊരു ഓൺലൈനായിട്ട് നിങ്ങൾ ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവരുടെ കടയുടെ GST നമ്പർ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം വീഡിയോ കോൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ 4 കാര്യങ്ങൾ മസ്റ്റ്
മസ്റ്റായിട്ട് എന്തായാലും ചെയ്യുക. ഇതല്ലാതെ ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അത് ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോസ് കാണാറുണ്ട്. അവരെ വേഗം കോൺടാക്ട് ചെയ്ത് അവരുടെ നമ്പർ മേടിച്ച് കുറച്ച് പ്രൊഡക്റ്റ് അവർ അയച്ചു തരുമ്പോൾ അതാ 10,000 രൂപ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കരുത്. ദയവ് ഇതാണ് ചെയ്യരുത്. അവർ സ്കാം ചെയ്യുന്ന ആൾക്കാരാണോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഒന്നല്ലെങ്കിൽ GST നമ്പർ ചോദിക്കാം, അവരുടെ ലൊക്കേഷൻ ചോദിക്കാം, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇന്ത്യൻ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ മാർട്ടിൽ നിന്ന് ഞാനും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ലേസൊക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ലേസ് ഇവിടുന്ന് നല്ല റേറ്റ് കുറവിന് കിട്ടുക എന്നുള്ളത് നോക്കിയപ്പോൾ സൂറത്തിലുള്ള കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്തു. ഇതേപോലെ തന്നെ ഞാൻ എന്താ പറയുക, നല്ല രീതിയിൽ കുറേ നേരം മെസ്സേജ് അയച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരുടെ നിന്ന് പ്രൊഡക്റ്റ് എനിക്കിതുവരെ ഒരു ഇന്ത്യൻ മാർട്ട് വഴി ഒരു പറ്റിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നന്നായി നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ ജ്വല്ലറിയുടെ ബിസിനസ് തുടങ്ങിയിട്ട് ജ്വല്ലറീസൊക്കെ സാഗരേട്ടൻ ആ ഒരു ഫീൽഡിലായ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നല്ല, കുറച്ചധികം നടക്കേണ്ടി വന്നു വെച്ചെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്വല്ലറീസ് പാക്ക് ചെയ്യണ ബോക്സ് അല്ലേ, ആ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഒരു മാസത്തോളം ഒരു 3 ആഴ്ചത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടാവും. കുറേ പേരെ കോണ്ടാക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഞാനൊരു ഭാഗത്തിരുന്ന് സെർച്ച് ചെയ്യും, OLX-ലും ഇന്ത്യൻ മാർട്ടിലിരുന്ന് സെർച്ച് ചെയ്യും, സാഗരേട്ടൻ ഗൂഗിളിൽ ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്യും ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മീഷോയിലും ആമസോണിലൊക്കെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടുമല്ലോ എന്ന്. പക്ഷെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൈസ് ഉണ്ട്, ആ ഒരു സൈസിൽ തന്നെ വേണമായിരുന്നു, സെൽഫ് ലോക്ക് ആയിട്ടുള്ളത് വേണമായിരുന്നു. പിന്നെ നമ്മൾ ജ്വല്ലറീസാണ് പാക്ക് ചെയ്യണത്, സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ DTDC-കാർ കൊറിയർ സർവീസുകാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എറിയുമ്പോൾ അത് പൊട്ടിപ്പോവരുത്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിയിട്ട് അതൊരു ഡാമേജ് ആവരുത്. അപ്പോൾ അതുകൊണ്ട് പാക്കിങ് കുറച്ച് നീറ്റായിരിക്കണം എന്ന് സാഗരേട്ടന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊരു ക്വാളിറ്റി അത് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതായത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ പേര് കോണ്ടാക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനും ഒരു എക്സ്പീരിയൻസും ഒരു ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരും. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഒരു കുറച്ചുകൂടി ഒരു ബോൾഡായിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളൊരു ഇത് വരും. നേരെ മറിച്ച് എല്ലാം അപ്പുറത്തൊരാളുടെ അടുത്ത് ഫോം വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുക, അതങ്ങനെ ചെയ്തു, പിന്നെ ഇതെങ്ങനെ ചെയ്യുക, അതങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചങ്ങോട്ട് റൺ ചെയ്തു പോകും. പിന്നത്തേലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് പറയണത്, മാക്സിമം നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുക. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പേന നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിയെന്ന് വിചാരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾ 10 രൂപയ്ക്കായിരിക്കും, എക്സാമ്പിൾ പേന പറയണതാണ് കേട്ടോ. അപ്പോൾ 10 രൂപയ്ക്കായിരിക്കും നിങ്ങൾ ഈ പേന ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുക, എത്ര രൂപ വരെ കൂട്ടി കൊടുക്കാം എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. പേന വേണ്ട, ഈ ഒരു ബോട്ടിലാവട്ടെ, ഈ ഒരു ബോട്ടിൽ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടിയിട്ടുണ്ടാവുക ഒരു 30 രൂപയ്ക്കായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിക്കുമ്പോൾ എത്ര രൂപ കൂട്ടിയിട്ടാണ് വിൽക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിലവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 30 രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഈ പ്രൊഡക്റ്റ് കിട്ടി. പിന്നെ നിങ്ങളൊരു കമ്മീഷൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക ചിലപ്പോൾ 100 രൂപയാവും. അപ്പോൾ ആ 100 രൂപയും കൂടി ആഡ് ചെയ്യുക. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ പൈസയും കൂടിയും ഇതിൽ ആഡ് ചെയ്യണം. പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ബബിൾ റാപ്പ് ചെയ്ത് പിന്നെ നിങ്ങളൊരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അത്രയേ ഉള്ളൂ നിങ്ങളുടെ പാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുക. അല്ല ഇപ്പം നേരെ മറിച്ച് നിങ്ങൾ ഈ അഡ്രസ്സൊക്കെ പ്രിൻ്ററൊക്കെ വെച്ചിട്ട് പ്രിൻ്റ് എടുത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടണതല്ലല്ലോ, പ്രിൻ്ററും ഫ്രീ ആയിട്ട്, ഇങ്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടണതല്ല. അപ്പോൾ നിങ്ങളുടെ പാക്കിംഗ് മെറ്റീരിയൽസിന് വരുന്ന ചിലവ്, ഇപ്പോൾ പാക്കിംഗ് മെറ്റീരിയൽസിന് വരുന്ന ചിലവ് ചിലപ്പോൾ ഒരു 20 രൂപയാണെന്ന് വിചാരിക്കുക. കാർഡ്ബോർഡിനും ബബിൾ റാപ്പിനും പ്രിൻ്റ് എടുക്കുന്നതിനും അഡ്രസ്സൊക്കെ പ്രിൻ്റ് എടുക്കുന്നതിനും എല്ലാം കൂടിയിട്ട് ഒരു 20 രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ ഈ 100 രൂപയുടെ കൂടെ ഈ 20 രൂപയും ആഡ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് 30 രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിയത് 30 രൂപയും കൂടിയും ആഡ് ചെയ്യണം. ഇതൊക്കെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യേണ്ടത്. ഈ ചിലൊരു പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ചാർജ് ഇതിൽ ആഡ് ചെയ്യില്ല, അത്
നല്ല നഷ്ടമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റ് വിത്ത് നിങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്ന ചിലവ് ഇത് മൂന്നും ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി കുറച്ചധികം പൈസ ചിലവാണ്, അത് ആഡ് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ നല്ല രീതിയിൽ സേഫായിട്ടും അത്രയും നീറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ചിലവരിപ്പോൾ ജ്വല്ലറീസൊക്കെ നല്ല രീതിയിൽ ബബിൾ റാപ്പൊക്കെ ചെയ്ത് സെൽഫ് ലോക്കിൻ്റെ ബോക്സൊക്കെ വെച്ച് പിന്നെ മഴ കൊള്ളാതിരിക്കാൻ വേറൊരു കൊറിയർ കവറിലൊക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കണേച്ചെങ്കിൽ ആ ഒരു പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ചാർജും കൂടിയും ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയേണ്ടത് കേട്ടോ. ചിലർക്ക് ഇതിലൊരു തെറ്റ് പറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റും നമുക്ക് വേണ്ട പ്രോഫിറ്റ്, ഇപ്പോൾ 100 രൂപയാണ് വേണ്ടത് അല്ലെങ്കിൽ 150 രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ആഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഈ പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ചാർജോ അതാലോചിച്ച് നോക്കിയൊക്കെ. പിന്നെ വരുന്നത് കൊറിയർ ചാർജ് ആണല്ലോ. കൊറിയർ ചാർജൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുകയായിരിക്കും ചെയ്യുക. കാരണം ഓരോ സ്റ്റേറ്റിലുള്ളവർക്കും ഓരോ കൊറിയർ ചാർജ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ശിവ സ്കൂളിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ട്സ് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തായാലും സോഷ്യൽ മീഡിയ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോഷ്യൽ മീഡിയ എന്നുള്ളത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് വേറെ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ഈ 2 അക്കൗണ്ടും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ ഫേസ്ബുക്കും ഇതും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഫേസ്ബുക്ക് വഴി ഒരുപാട് കസ്റ്റമേഴ്സ് വരാനായിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെയുള്ള വീഡിയോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് കണ്ടിട്ടില്ലേ ഡെയിലി വ്ളോഗുകൾ, മിനി വ്ളോഗുകൾ. ചിലർക്ക് അതൊക്കെ ചെയ്യാനായിട്ട് ആദ്യം ഒരു ചമ്മലൊക്കെ തോന്നും, പിന്നെ മെല്ലെ ചെയ്ത് സെറ്റാവും. അതായത് നിങ്ങളുടെ ഒരു മിനി വ്ളോഗ്, ഡെയിലി വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ ബിസിനസ് അത് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ കാലത്ത് എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കുറച്ച് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ബിസിനസ് അക്കൗണ്ടും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇടാനായിട്ട് നോക്കുക. പിന്നെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഓൺ വോയിസ് വീഡിയോസ് ഇടാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസ് ഇടാനായിട്ട് നോക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ ഓർഡർ വരണമെന്നില്ല. അതോടുകൂടി ഒരിക്കലും നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒരു ദിവസം 3 റീൽസൊക്കെ വരെ ഇട്ടുകൊണ്ടിരിക്കുക. പ്രൊഡക്ട്സ് നിങ്ങൾ ബിഹൈൻഡ് ദി സീൻ, അതായത് കുറച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക ബിഹൈൻഡ് ദി സീൻ. അതേപോലെ നിങ്ങളുടെ ഡെയിലി വ്ളോഗ് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക. പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി എന്താണ്, നിങ്ങൾ ബിഹൈൻഡ് ദ സീൻ, നിങ്ങൾ ബിസിനസ്സിൽ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പാക്ക് ചെയ്യണത്, ഇതിനു വേണ്ടി ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആവാണ്, അല്ല ജ്വല്ലറീസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ റെഡി ആവാണ്. അങ്ങനെയുള്ള ബിഹൈൻഡ് ദ സീനുകളും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് കുറച്ചും കൂടി ഓഡിയൻസിലേക്ക് എത്തും. ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ ബ്രാൻഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡറുകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നത്തെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്, ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഓർഡർ കിട്ടാനുള്ള പരിപാടികളാണ്, റീൽസ് ഇടുക കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഓർഡർ തരും. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ നെക്സ്റ്റ് ഓപ്ഷനാണ് കൊളാബറേഷൻ ചെയ്യാം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാം. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഫോളോവേഴ്സുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ,
ഇപ്പോൾ നിങ്ങൾ ജ്വല്ലറിയുടെയാണ് അല്ലെങ്കിൽ സാരിയുടെയാണ് ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ സാരി എപ്പോഴും എടുത്തിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരോർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഞാൻ ജ്വല്ലറീസ് അയച്ച് തന്നു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്, ഞാൻ ജ്വല്ലറീസ് അയച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്ത് തരാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ, കുറച്ച് വെറൈറ്റി ജ്വല്ലറീസ് അയച്ചു തരാം, അല്ലെങ്കിൽ വെറൈറ്റി സാരീസ് അയച്ചു തരാം, അല്ലെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് അയച്ചു തരാം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ചിലർ ഓക്കെ ആയിരിക്കും, ബാർട്ടർ കൊളാബിന് ഓക്കെ ആയിരിക്കും. ബാർട്ടർ കൊളാബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കണം, സ്വന്തമായിട്ട് കൊടുക്കണം. അപ്പോൾ അവർ വീഡിയോസ് അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് അതിൻ്റെ അടുത്ത് അവരുടെ അക്കൗണ്ടിലും നിങ്ങളുടെ അക്കൗണ്ടിലും കൊളാബറേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ബാർട്ടർ കൊളാബ്. ഇപ്പോൾ നിങ്ങളൊരു സാരി അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സാരി അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അവർക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് കൊറിയർ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളായ കാരണം അവരത് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ഇടുമ്പോൾ അത്യാവശ്യം ഓഡിയൻസിലേക്ക് എത്തും. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഓഡിയൻസിലേക്ക് എത്തി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് വന്നവർ ചെക്ക് ചെയ്യും, ചിലപ്പോൾ എന്താ പറയുക ഫോളോ ചെയ്യും, ഓർഡർ തരാനായിട്ട്. ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം അവർ ചിലപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിട്ട് പോകും. പക്ഷെ നിങ്ങളുടെ പേജ് അവരിലേക്ക് എത്തും, കുറച്ച് പേരിലേക്ക് എത്തും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ചിലരാണ് ബാർട്ടർ കൊളാബിന് ഓക്കെ ആവുള്ളൂ. ചിലർ 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർ, ചിലപ്പോൾ 1 ലക്ഷം ആയാലും ഫോളോവേഴ്സ് ഉള്ളവർ ബാർട്ടർ കൊളാബിന് ഓക്കെ ആയിരിക്കില്ല. അതായത് നിങ്ങൾ പ്രൊഡക്റ്റും കൊടുക്കണം വിത്ത് പേയ്മെൻറ്റും കൊടുക്കണം. ചിലർ 3000 രൂപയായിരിക്കും, ചിലർ 5000 രൂപയായിരിക്കും, ചിലർ 10000 രൂപയായിരിക്കും, ചിലർ 25000 രൂപയായിരിക്കും കൊളാബിന് വേണ്ടി മേടിക്കാം. ചിലർ ചെറിയ എമൗണ്ട് മേടിക്കുന്നവരുണ്ട് കേട്ടോ, 1000 രൂപ 2000 രൂപ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവരിനും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളൊരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജോലിയാണ് അവർ ചെയ്യണത്. കാരണം വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ കുറച്ച് പണിയുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് ജ്വല്ലറീസൊക്കെ വെയർ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, അതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പണിയുള്ളൊരു പരിപാടിയാണ്. പിന്നെ അവർക്ക് ഇത്രയും ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാക്കിയത് അവരുടെ കുറേ നാളത്തെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും. അപ്പോൾ അവർ ആ കഷ്ടപ്പാടിനും അവർ ചെയ്യണ ജോലിക്കും ചിലപ്പോൾ പേയ്മെൻറ്റ് മേടിക്കും. ചിലപ്പോൾ ചിലർ 1000 2000 ആയിരിക്കും, ചിലർ 3000 ആയിരിക്കും. ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ച് ചിലർ പൈസ കൂടുതൽ മേടിക്കും. എനിക്കറിയാം 10-25 രൂപ വരെ റീൽസ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർ പേയ്മെൻറ്റ് മേടിക്കും, ചിലർ ബാർട്ടർ കൊളാബായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ചിലർക്ക് സ്വന്തമായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചമ്മലും മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൊളാബറേഷൻ കൊടുക്കുക, മറ്റുള്ള ക്രിയേറ്റേഴ്സിന് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോസ് ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങളുടെ പേജ് റീച്ച് ചെയ്യും. ഇപ്പോൾ ഞാനായാലും അതെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ഡ്രസ്സുകളൊന്നും എനിക്ക് മാച്ച് ആവണതായിരിക്കില്ല, അപ്പോൾ ഞാൻ വേറെ ക്രിയേറ്റേഴ്സിന് അയച്ചു കൊടുക്കും. ഇപ്പോൾ എനിക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രം ഫോട്ടോസ് ഇട്ടാൽ മതി, വരണ ഓർഡർ മതി എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് എനിക്ക് ഓർഡർ കുറയണ സമയത്ത് അല്ലെങ്കിൽ ഡൗൺ ആവണ സമയത്ത് നമുക്ക് കുറച്ച് ഒരു ഇത് കാണുമ്പോൾ, ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഓർഡർ ഇപ്പോൾ ഇത്തിരി കുറവാണ് എന്ന് തോന്നൂലോ. അപ്പോൾ എൻ്റെ ഓഡിയൻസ് വേറെ ആയിരിക്കും, വേറൊരു ക്രിയേറ്ററിൻ്റെ ഓഡിയൻസ് വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ വേറെ ക്രിയേറ്റേഴ്സിന് ഡ്രസ്സ് കൊടുക്കാറുണ്ട്. ഫോട്ടോ അയച്ചു തരുമോ, വീഡിയോ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെനിക്ക് ഫോട്ടോ അയച്ചു തരലും വീഡിയോസ് അയച്ചു തരലും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ ഡ്രസ്സ് എനിക്ക് മാച്ച് ആവണമെന്നില്ല. ചിലപ്പോൾ ചില ഡ്രസ്സ് എൻ്റെ പേജിലിട്ടാൽ പോകണമെന്നില്ല. അപ്പോൾ ഞാൻ വേറെ ക്രിയേറ്റർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഞങ്ങളത് കൊളാബ് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെയും നമുക്ക് ഓർഡർ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ പോലെ ചില സമയത്ത് ഏത് ഡ്രസ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഡ്രസ്സുകളൊക്കെ ഓർഡർ വരും. ചില സമയത്ത് ഞാൻ ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇട്ട് കഴിഞ്ഞ് ഓർഡർ വരില്ല. വേറൊരു ക്രിയേറ്റർ ഇട്ടാലേ എനിക്ക് ഓർഡർ വരും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ മെറ്റീരിയലും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഓർഡർ വരാതിരിക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു ക്രിയേറ്റർക്ക് അയച്ചു കൊടുക്കുക ഡ്രസ്സ്. അപ്പോൾ അവർ ഫോട്ടോ ഇട്ടിട്ടും ഓർഡർ വന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഐഡിയ ചെയ്ത് നോക്കുക. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ പുരാനാർക്കലിയാണ്, അത് ഞാൻ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ട് ഓർഡർ വന്നില്ല. അപ്പോൾ ഞാനൊരു വേറെ ക്രിയേറ്ററിന് അയച്ചു കൊടുത്തു, ആൾ ഫോട്ടോ ഇട്ടിട്ട് വലിയ ഓർഡർ വന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡെയിലി വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ ഉൾപ്പെടുത്തും. അതായത് ഇന്ന് പാക്കിങ് ചെയ്യുന്നുണ്ട് ഡ്രസ്സ്, ഈ ഡ്രസ്സാണ് പാക്കിങ് ചെയ്യണത്, ഇതാണ് മോഡൽ, കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കും. അപ്പോൾ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തും.
ഓഡിയൻസിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം വർക്കായില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ട്രൈ ചെയ്ത് നോക്കുക, രണ്ടാമത്തെ കാര്യം വർക്കായില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഫോളോവേഴ്സ് കുറവായിരിക്കും, ഓഡിയൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നല്ല ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഒറ്റയടിക്ക് ഡെയിലി 100 ഓർഡർ, 500 ഓർഡർ, 200 ഓർഡറൊക്കെ വരുന്നുണ്ടാവുന്ന. ഒരിക്കലല്ല. ഫോളോവേഴ്സ് ഉള്ളവർക്കും ഡൗൺ ആവുന്ന ഒരു സമയം വരും, ടൈമും വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക, റീൽസ് എടുത്തുകൊണ്ടിരിക്കുക, അതേ ഓപ്ഷനുള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ വഴിയൊക്കെയാണ് ആൾക്കാർ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതന്നെ വഴിയുള്ളൂ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളൊരു ക്രിയേറ്റർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുത്ത് ഓർഡർ വന്നില്ല എന്ന് വെച്ചിട്ട് അതിൽ അവസാനിപ്പിക്കരുത്. വീണ്ടും നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡ് കുറച്ച് പേർക്ക് ഓർത്ത് വെക്കുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇതാണ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ളൊരു വഴി. പിന്നെ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഓർഡർ വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് ചെയ്യാനായിട്ട് നോക്കുക. വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങൾ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യേണ്ടാവും. ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും. ഓരോ കസ്റ്റമേഴ്സും 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമറുടെ ക്യാരക്ടർ 10 തരമായിരിക്കും. ചിലർ വെറുതെ ചീത്ത വിളിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ച് ചീത്ത വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സമാധാനത്തിൽ സംസാരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ നല്ല രീതിയിൽ പാക്കിങ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളാണ്, എൻ്റെ ഒപ്പീനിയനാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാക്സിമം ഞാൻ കമൻസിൽ റിപ്ലൈ തരാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം, എന്തായാലും ഇറങ്ങണം. ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള ജസ്റ്റ് എളുപ്പപ്പണി നോക്കാതെ ഇതിന് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ്. ഒരു 3 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ജസ്റ്റ് 2 മാസം സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ബേസിക് അറിയുള്ളൂ. അതായത് കുർത്ത, ബ്ലൗസ്, സ്കേർട്ട് അങ്ങനെയൊക്കെ കുറച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽസിനെ കുറിച്ച്, ഓരോ മെറ്റീരിയൽസിൻ്റെ പേരുകളൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല. മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പാക്കിങ് സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു കൊറിയർ കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെയായിരുന്നു. അഡ്രസ്സുകളൊക്കെ ഞാൻ ഇത്രയും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ദൈവം അനുഗ്രഹിച്ച് കുറച്ച് ഓർഡറുകൾ അധികം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ധാവണി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓർഡറുകൾ വന്ന സമയത്ത് ഞാൻ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഫുള്ളിങ്ങനെ കൈകൊണ്ടിരുന്ന് എഴുതലായിരുന്നു. ചിലപ്പോൾ 3, 4, 5 മണിക്കൂറോളം ഇരുന്ന് എഴുതണം. അവരുടെ പേര് എഴുതണം, എൻ്റെ പേര് എഴുതണം. പിന്നെ ഞാൻ ആലോചിച്ച് ഇതൊക്കെ എനിക്ക് പ്രിൻ്റ് എടുത്തുകൂടെ കസ്റ്റമേഴ്സിൻ്റെ. അപ്പം ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അവരുടെ അയച്ചു തരുന്ന അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് അവരുടെ അഡ്രസ്സ് പിന്നെ എൻ്റെ അഡ്രസ്സ് അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വെച്ച് ഞാൻ പ്രിൻ്റ് എടുക്കാൻ പഠിച്ചു. പിന്നെ മെല്ലെ മെല്ലെ കുറച്ചും കൂടി ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട് എടുത്ത് ചെയ്തപ്പോൾ ഒരു പ്രിൻ്റർ മേടിച്ചു. പുറത്താണ് ആദ്യം പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിരുന്നത്. അത് നമുക്കൊരു പേജിന് 10 രൂപയാണ്. പിന്നെ മെല്ലെ മെല്ലെ അത് ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രിൻ്റർ എടുത്തു. പേപ്പറൊക്കെ ബൾക്കായിട്ട് കെട്ടുകണക്കിന് എടുത്ത് ഞങ്ങൾ തന്നെ പ്രിൻ്റ് എടുക്കാൻ നോക്കി. അപ്പം അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വലിയ പൈസ ഇറക്കി പ്രിൻ്റർ എടുത്ത് ഇതൊന്നും ചെയ്യരുത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രിൻ്റർ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അത് ഒരു ഫ്ലോയിൽ അങ്ങനെ മെല്ലെ വന്നോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സ്മോൾ ബിസിനസ് ചെയ്യാനുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മാക്സിമം ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ, സീ യു.